ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒലീവ് ഓയിലാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒലീവ് ഓയിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബ്രാൻഡിൻ്റെ നോക്കി തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം ഒലീവ് ഓയിൽ, അതായത് നമ്മുടെ ഹെയർ ലെങ്ത് അനുസരിച്ച്, ഞാൻ ഒലീവ് ഓയിൽ സ്കാൽപ്പിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്, ഹെയറിലാണ്. കാരണം ഒലീവ് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത്നെസ്, നല്ല സ്മൂത്തായിട്ട് നല്ല തിളങ്ങി കിടക്കണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഹെയറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ച് ഒലീവ് ഓയിൽ എടുക്കുക. അപ്പോൾ ഏത് ഓയിൽ അപ്ലൈ ചെയ്താലും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പം വെള്ളം തിളച്ച ശേഷമാണ് സാധാരണ ഇത് ഞാൻ ഇടണം കേട്ടോ. മീൻസ് ഒലീവ് ഓയിൽ ഇങ്ങനെ വെക്കാറ്. പക്ഷേ ഇത് ഞാൻ തിളയ്ക്കുന്നതിന് മുമ്പേ പാത്രം അതിനകത്തോട്ട് കൊണ്ട് വെച്ച്, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടാറിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ടുകൊണ്ട് ഈ തിളയ്ക്കണനുസരിച്ച് അതിങ്ങനെ മറിഞ്ഞു പോകുമോ എന്നൊരു പേടി. എന്താണെങ്കിലും അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹെയറിലെ ജടയൊക്കെ കളഞ്ഞൊന്ന് സെറ്റാക്കാം കേട്ടോ. എപ്പോഴും വുഡൻ കോമ്പില്ലേ, അത് യൂസ് ചെയ്യണേ, അതായിരിക്കും നല്ലത്. എൻ്റെ അത് പൊട്ടിപ്പോയി. അതായത് പല്ലുകൾ തമ്മിൽ നല്ല അകലമുള്ള ചീർപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയറിലെ ജടയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക. എപ്പോഴും താഴെ നിന്ന് കോമ്പ് ചെയ്ത് വരിക. അപ്പം അധികം മുടി പോകത്തില്ല, അധികം ജട പിടിക്കത്തില്ല. അപ്പം എൻ്റെ മുടി വലിയ കാര്യമായിട്ട് ജടയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഈ ബ്രഷ് യൂസ് ചെയ്തപ്പോഴും അധികം മുടിയൊന്നും പോയില്ല, പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അപ്പം ആദ്യം മുടിയെല്ലാം ഒന്ന് ഫ്രീ ആക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഓയിൽ അത്യാവശ്യം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ആദ്യം ഒന്ന് എടുത്തപ്പോൾ കൈയൊന്ന് പൊള്ളി, കാരണം ചൂട് മാറിയിട്ടില്ലായിരുന്നു. പാത്രത്തിന് നല്ല ചൂടുണ്ടായിരുന്നു, എണ്ണയ്ക്ക് ചൂട് കുറവായിരുന്നേലും. അപ്പം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് തണുപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയൊരു ചൂടോടെ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചൂടില്ല, ആ ഒരു ചൂട് മതി. ഇനി ഹെയർ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്യുക, അതായിരിക്കും എളുപ്പം. അപ്പം നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുകയും ചെയ്യില്ല. അപ്പം ഞാൻ ഈ സ്കാൽപ്പിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു സ്ഥലം മാത്രം ഇതുപോലെ നമ്മുടെ ഇയർബഡ് യൂസ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യും. പക്ഷെ ബാക്ക് സൈഡിൽ നമുക്ക് വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തന്നെ ആവുമ്പം ഞാൻ ഫിംഗേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് സ്കാൽപ്പിൻ്റെ ബാക്ക് സൈഡ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഫുള്ള് ഇതുപോലെ മിറർ നോക്കിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എല്ലായിടത്തും കൈകൊണ്ട് ചിലപ്പോൾ എല്ലായിടത്തും എത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പം നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജിങ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹെയറിൻ്റെ എൻഡിങ്ങിലൊക്കെയാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സും അതുപോലെ ഡ്രൈനെസ്, ഫ്രിസ്നെസ് ഒക്കെ കൂടുതൽ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹെയറിലാണ് കേട്ടോ. ഹെയർ ലെങ്തിലാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഹെയർ ലെങ്തിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ ഒരു നൈറ്റ് ഫുള്ള് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ വാഷ് ചെയ്ത് കളയുക. ഇപ്പം ഞാനിത് 3 മണിക്കൂറേ ഹെയറിലാണ് വെക്കണുള്ളൂ. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്, പിമ്പിൾസ് വരുന്നൊരു നേച്ചറാണ്. ഓയിൽ എൻ്റെ അടുത്തൂടെ പോയാൽ മതി, എനിക്ക് ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് വരും. അതുകൊണ്ട് മാത്രം ഞാൻ 3 മണിക്കൂർ വെക്കണം. 3 മണിക്കൂർ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പിമ്പിൾസ് ഒക്കെ വരുന്നൊരു ടൈപ്പ് സ്കിന്നാണ് നിങ്ങളുടെയെങ്കിൽ 3 മണിക്കൂറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലാത്തവരാണെങ്കിൽ ഇപ്പം നൈറ്റ് നന്നായിട്ട് മസാജിങ് ഒക്കെ കൊടുത്ത് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് ഹെയർ ബ്രെയ്ഡ് ചെയ്ത് കിടക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഒറ്റ തവണ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓയിൽ നന്നായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ വാഷിങ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ എപ്പോഴും 2 തവണ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ട് ഷാമ്പു ഉപയോഗിച്ച്. എന്നാലേ എൻ്റെ ഹെയറിൽ നന്നായിട്ട്, എൻ്റെ ഓൾറെഡി എൻ്റെ സ്കാൽപ്പ് നല്ല ഓയിലി ഒരു ടെക്സ്ചറാണ്. അപ്പം ഞാൻ നന്നായിട്ട് 2 തവണ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്താലേ എൻ്റെ തലേന്ന് ഓയിലൊക്കെ പോകത്തുള്ളൂ. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഹെയർ ടൈ ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് വേണേൽ ബ്രെയ്ഡ് ചെയ്തിടാം. എന്നിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കാണാം.
അപ്പോൾ എൻ്റെ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് ഇച്ചിരി ഉള്ളു കൂടിയ പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി 2-3 തവണയൊക്കെ ഈ ഒരു ഓയിലിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ മെഡിക്കേറ്റഡ് ഷാമ്പൂ ഒക്കെ, അങ്ങനെയുള്ള കേസിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.